ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇസ്രായേൽ ഭവനങ്ങളിലെ തലമുറകളെ സംഹരിക്കാതെ സംഹാരകൻ കടന്നുപോയതിനെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് പെസഹ അഥവാ കടന്നുപോക്ക്. മിസ്രയീമിലെ ഫറവോന് അടിമകളായിരുന്ന ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ദൈവം മോശയെ അയച്ചു. ജനത്തെ വിട്ടയക്കുവാൻ മടിച്ച ഫറവോൻ്റെ സാമ്രാജ്യമായ മിസ്രയീമിൽ ഒന്നിനു പിറകെ ഒന്നായി 9 ബാധകളെ ദൈവം വരുത്തി. ഹൃദയം കഠിനമായ ഫറവോൻ്റെ ഭവനത്തിലും ആ ദേശത്തിലും സംഹാരമെന്ന 10ാമത്തെ ബാധ നിശ്ചയിക്കപ്പെട്ടു. അതിൽ നിന്നും ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ കൽപ്പിച്ച വ്യവസ്ഥയാണ് പെസഹ. ഊനമില്ലാത്ത കുഞ്ഞാടിനെ സന്ധ്യാസമയത്ത് അറുത്ത് അതിൻ്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ട് ആ രക്തത്തിൽ മുക്കി ഇസ്രായേൽ ഭവനങ്ങളുടെ കുറുമ്പടിമേലും കട്ടളക്കാൽ 2 പുരട്ടുക. ആട്ടിൻകുട്ടിയുടെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പം, കയ്പ് ചീര എന്നിവയോടുകൂടി ഭക്ഷിക്കണം. അരകെട്ടിയും ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും വേഗത്തിൽ ഭക്ഷിക്കണം എന്നതായിരുന്നു ആ നിയമം. അന്നു രാത്രി ആദിജാതന്മാരെ സംഹരിക്കുവാൻ ഒരു സംഹാരദൂതൻ മിസ്രയീം ദേശത്തിലൂടെ സഞ്ചരിച്ചു. ദൈവമക്കൾ പാർക്കുന്ന ഭവനങ്ങളിന്മേൽ രക്തം അടയാളമായിരുന്നു. അടയാളമുള്ള ഭവനങ്ങളെ വിട്ട് സംഹാരകൻ കടന്നുപോയി. അർദ്ധരാത്രിയിൽ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദിജാതൻ വരെയും കൊല്ലപ്പെട്ടു. എന്നാൽ സംഹാരകനിൽ നിന്ന് ദൈവജനം രക്ഷിക്കപ്പെട്ടു. അന്നു രാത്രിയിൽ തന്നെ ദൈവജനത്തിന് അവരുടെ അടിമവീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവാൻ അനുമതി ലഭിച്ചു. 6 ലക്ഷം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും കുട്ടികളുമായി ലോകത്തിലെ ഏറ്റവും വലിയ പുറപ്പാട് അന്ന് സംഭവിച്ചു. എന്നേക്കും അടിമകളായി പാർക്കേണ്ട ദൈവജനത്തെ നിഷ്ഠൂരനായ ഫറവോൻ്റെ കരങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ഒരു കുഞ്ഞാട് അറുക്കപ്പെടേണ്ടതായി വന്നു. പെസഹായുടെ കേന്ദ്രവിഷയവും അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. നിനക്കായി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. പാപത്തിൻ്റെ അടിമവീട്ടിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടാണ് യേശുക്രിസ്തു. നമ്മുടെ പാപങ്ങൾക്കായി ദൈവകോപത്തിൻ്റെ തീയിൽ വെന്തിരിഞ്ഞ പെസഹ കുഞ്ഞാടാണ് ക്രിസ്തു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും സാത്താൻ്റെ അടിമത്വത്തിൽ നിന്നും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ക്രിസ്തുവിൽ മാത്രമാണ് നമ്മുടെ രക്ഷ. യേശുവിൽ അഭയം പ്രാപിക്കുന്നവനെ സംഹാരദൂതന് തൊടുവാൻ കഴിയില്ല. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണറാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.